ഞാനിതപ്പോൾ 1500 രൂപ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ എടുത്തപ്പോൾ എനിക്ക് 3500 ലഭിച്ചിരിക്കുന്നത്. പക്ഷേ ഞാൻ 2 ദിവസം എടുത്തപ്പോൾ എനിക്ക് ഇങ്ങനെ 3500 ആയിരുന്നില്ല, എനിക്ക് 5200-ൻ്റെയും 500-ൻ്റെ ലഭിച്ചിരുന്നത്. അത് എങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? പലവട്ടം എടുക്കുമ്പോൾ പല രീതിക്കാണ് നമുക്കെന്ത് മെഷീൻ നോട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് നടക്കുന്നത്? എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം? ഇതിൻ്റെ പിന്നിൽ മക്കളെ മാത്തമാറ്റിക്സ് തന്നെയാണ്. നമ്മൾ 1+1 2 4 എന്ന് പറയുന്നത് 3+1 ഇതൊക്കെ പഠിക്കുമ്പോൾ ഏതൊരു വിദ്യാർത്ഥിയും സ്വയം ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമുണ്ടായിരുന്നു, ഇതെല്ലാം നമ്മൾ എന്തിനാ പഠിക്കണേ എന്ന്. എന്തിനാ പഠിക്കണേണ്ട 4ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് മറ്റൊന്നുമല്ല, ATM മെഷീനെ പറ്റിയാണ്. എന്നും എല്ലാവരും കൗതുകത്തോട് മാത്രമാണ് ATM മെഷീൻ കണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ATM മെഷീൻ ഇത്തരത്തിൽ ക്യാഷ് ഡിസ്പെൻസ് ചെയ്യുന്നത്? എന്താണ് ഇതിൻ്റെ പിന്നിലെ രഹസ്യം എന്ന് പറയുന്നത്? എന്താണ് ഇതിൻ്റെ പിന്നിലെ മാത്തമാറ്റിക്സ്? മക്കളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഭൂഗോളത്തിലെ എന്തുണ്ടായാലും അതിൽ ഒരു മാത്തമാറ്റിക്സ് കടന്നു വരുന്നുണ്ട്. നമുക്ക് ആദ്യമായിട്ട് ATM മെഷീൻ്റെ ചരിത്രം പരിശോധിക്കാം. എങ്ങനെയാണ് ATM മെഷീൻ ഉണ്ടാകുന്നതും എത്തരത്തിലാണ് ATM മെഷീൻ നമ്മൾ കണ്ടുപിടിക്കുന്നതും എല്ലാം തന്നെ. ATM മെഷീൻ അഥവാ ഓട്ടോമാറ്റിക് ടെല്ലർ മെഷീൻ ജോൺ ഷെപ്പേർഡ് ബോറൻ 1965 ഈ ഒരു ക്യാഷ് ഡിസ്പെൻസിങ് മെഷീനെ പറ്റി ആലോചിക്കുന്നത്. ഇതിൻ്റെ പിന്നിലും ഒരു ചെറിയ ചരിത്രമുണ്ട്, ഒരു ചെറിയ രസകരമായൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്നുമല്ല, വീക്കെൻഡ്സിൽ പണം പിൻവലിക്കൽ അവിടുത്തെ ഒരു ശീലമായിരുന്നു. വിച്ച് മീൻസ് എല്ലാ ശനിയാഴ്ചയും കുറച്ച് എമൗണ്ട് പിൻവലിച്ച് അവരുടെ കൈവശം വയ്ക്കുക. ജോൺ ഷെപ്പേർഡ് ബോറൻ ഇതുപോലെ തന്നെ ഒരു ശനിയാഴ്ച ക്യാഷ് പിൻവലിക്കാൻ വേണ്ടി പോവുകയുണ്ടായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ കുളി ഒരൽപ്പം സമയം നേരം വൈകി. ഒരുപാട് നേരം കുളിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു ആഴ്ച ക്യാഷ് പിൻവലിക്കാൻ വേണ്ടി സാധിച്ചില്ല. അദ്ദേഹം പിന്നീട് ആലോചിച്ചു, എങ്ങനെയാണ് നമുക്ക് ഏതൊരു സമയവും ക്യാഷ് പിൻവലിക്കാൻ വേണ്ടി സാധിക്കുക? ഏതൊരു സമയം നമുക്ക് പൈസ പിൻവലിക്കാൻ പറ്റുന്നത് അത്രമേലൊരു ഗംഭീരമായ സംഭവമല്ലേ എന്ന് അദ്ദേഹം ആലോചിച്ചു. അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ഓട്ടോമാറ്റിക് മെഷീനെ പറ്റി വരികയാണ്. നേരെ അദ്ദേഹം ബർക്ലാസ് എന്ന് പറയുന്ന ഒരു ബാങ്കിങ് സ്ഥാപനത്തിലെ മാനേജറെ പോയി കാണുകയാണ് ഉണ്ടായിരുന്നത്. ബർക്ലാസിലെ മാനേജറിനെ ഈ ഒരു ഐഡിയ കൺവിൻസ് ചെയ്യിക്കുകയും പിന്നീട് ഈ ഒരു ഐഡിയയിലേക്ക് വേണ്ടി അദ്ദേഹം നടന്നു നീങ്ങുകയാണ് ചെയ്തത്. ആദ്യമായിട്ട് ജൂൺ 27, 1967 ഈ പറയുന്ന ATM മെഷീൻ അദ്ദേഹം സ്ഥാപിക്കുന്നത്. ATM മെഷീൻ വെറുതെ മാത്രം പോരാന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു. ഒരു കാർഡും അതുപോലെ തന്നെ ഒരു പിന്നും വേണമെന്ന്. അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ ആർമിയിലുള്ള സേവനത്തിൽ ഒരു പിന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ലെഗസി, അതിൻ്റെ ഒരു പാരമ്പര്യത്തോടു കൂടി ഒരു പിൻ ജനറേറ്റർ വേണ്ടി തീരുമാനിച്ചു. ആദ്യം ഫിക്സ് ചെയ്തത് ഒരു 6 ഡിജിറ്റ് പിന്നായിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കൊരു 6 ഡിജിറ്റ് ഓർത്ത് വെക്കാമെന്ന് പറയുന്നത് അത്രമേലൊരു ഈസി അല്ല എന്ന് പറഞ്ഞു. സോ അദ്ദേഹം ഒരു 4 ഡിജിറ്റ് പിന്നിലേക്ക് മാറുകയാണ്. സോ ഒരു 4 ഡിജിറ്റ് പിന്ന് വരികയും പിന്നീട് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഈ ഒരു 4 ഡിജിറ്റ് പിന്നിലേക്ക് ടോട്ടലി മാറുകയും ചെയ്തു. 4 ഡിജിറ്റ് പിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ ഡിജിറ്റും 10 വേസിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ടോട്ടലി 10 × 10 × 10 × 10 ഇത്ര പേരുടെ വേസ് നമുക്ക് പോസിബിൾ ആണ്. ഇത്ര പേരുടെ പിന്നാണ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. നമ്മൾ ATM കാർഡിലെ അക്കവും ഈ കാണുന്ന പിന്ന് മാച്ച് ചെയ്താൽ മാത്രമാണ് നമുക്ക് ATM മെഷീനിൽ നിന്ന് പൈസ ഡിസ്പെൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കുക. നമ്മൾക്കിനി ATMലെ മാത്തമാറ്റിക്സിലേക്ക് പോവാം. എങ്ങനെയാണ് ATM മെഷീൻ മാത്തമാറ്റിക്സ് ഉപയോഗിക്കുന്നത്? ആദ്യം പറയുന്നു, ഒരു മാത്സിൻ്റെ ആപ്ലിക്കേഷൻ മാത്രമല്ല, അനവധി മാത്തമാറ്റിക്സിൻ്റെ ആപ്ലിക്കേഷൻ മാത്രമാണെന്ത് ATM മെഷീൻ എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ATM മെഷീൻ ഉപയോഗിക്കുന്ന ഒരു മാത്തമാറ്റിക്സ് മാത്രമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ശ്രീനിവാസ രാമാനുജനെ പറ്റി അറിയാമായിരിക്കും. ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രഗത്ഭനായ മാത്തമാറ്റീഷ്യനാണ് ശ്രീനിവാസ രാമാനുജൻ എന്ന് പറയുന്നത്. അദ്ദേഹം കണ്ടുപിടിച്ച കൺസെപ്റ്റ് ഉണ്ട്, അതാണ് ATM മെഷീൻ്റെ ഏറ്റവും ബേസിക്സ് എന്ന് പറയുന്നത്. ഞാൻ എക്സാമ്പിൾ പറയാം. 4 എന്ന് പറഞ്ഞ നമ്പർ, ഈ കാണുന്ന 4 എന്ന് പറഞ്ഞ നമ്പറിനെ നമുക്ക് അനവധി വേസിൽ പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. 4 നമുക്ക് വേണമെങ്കിൽ 1+1+1+1 എന്ന് എഴുതാം, ഒരു രീതി. നമുക്ക് വേണമെങ്കിൽ 4നെ 1+3 എഴുതാം, രണ്ടാമത്തെ രീതി. നമുക്ക് വേണമെങ്കിൽ 4നെ 2+2 എന്ന് എഴുതാം, മൂന്നാമത്തെ രീതി. നമുക്ക് വേണമെങ്കിൽ 4നെ 4 എന്ന് പറഞ്ഞ് മാത്രമായിട്ട് എഴുതാം, നാലാമത്തെ രീതി. നമുക്ക് വേണമെങ്കിൽ 4നെ 2+1+1 എന്ന് പറഞ്ഞ് എഴുതാം. സോ ഇത്തരത്തിൽ മൊത്തം 5 രീതിക്ക് നമുക്ക് 4 എന്ന് പറയുന്ന നമ്പറിനെ പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ ഒരു ലോജിക്കാണ് എൻറ്റയർലി ATM മെഷീൻ ഉപയോഗിക്കുന്നത്. ഞാനിതാ ഒരു 700 രൂപ എടുത്തു. ഞാൻ 700 രൂപ നോക്കുമ്പോൾ മക്കളെ, 700 നമുക്ക് വേണമെങ്കിൽ നോട്ട് ഡിസ്പെൻസ് ചെയ്യുമ്പോൾ 500ൻ്റെ ഒരു നോട്ടും 200ൻ്റെ ഒരു നോട്ടുമായിട്ട് വേർതിരിക്കാൻ പറ്റും. ബേസിക്കലി ഇവിടെ ഉപയോഗിക്കുന്ന കൺസെപ്റ്റ് എന്താണ്? 7 എന്ന് പറഞ്ഞ നമ്പറിൻ്റെ പാർട്ടീഷനാണ് ഉപയോഗിക്കുന്നത്. 7 എന്ന് പറഞ്ഞ നമ്പറിന് നമുക്ക് ഒരുപാട് വേസിൽ പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. വേണമെങ്കിൽ നമുക്ക് 7 100 നോട്ട് നൽകി 700 രൂപയാക്കാം. അല്ലെങ്കിൽ 3 200 1 100. അതാണ് 7 എന്ന് പറയുമ്പോൾ 2+2+2+1.
അതായത് 200 + 200 + 200 + 100 ഇങ്ങനെ നമുക്ക് എന്താണ് 700 വേർതിരിക്കാൻ വേണ്ടി സാധിക്കും. സോ ഇത്തരത്തിൽ പാർട്ടീഷൻ ഓഫ് നമ്പേഴ്സ് എന്ന് പറഞ്ഞ കൺസെപ്റ്റാണ് ATM ഇത്തരത്തിൽ നമുക്ക് നോട്ടുകൾ വരാൻ വേണ്ടി കാരണമാകുന്നത്. ഒരുപാട് നോട്ടുകൾ വരുമ്പോൾ കൃത്യമായിട്ട് പാർട്ടീഷൻ മാത്രമാണ് നമ്മൾ അതിനകത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ശാസ്ത്രം വളരുന്നതോടൊപ്പം തന്നെ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ ATM എന്നും നിരന്തരം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കിതാ കാർഡില്ലാതെ പണം പിൻവലിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഫേസ് റെക്കഗ്നേഷൻ പോലത്തുള്ള പുതിയ ടെക്നോളജീസ് വരുന്നുണ്ട് ATMനകത്ത്. മക്കളെ, മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എല്ലാത്തിലും മാത്തമാറ്റിക്സിൻ്റെ പങ്ക് വളരെ വലുതാണ്. ATM മാത്തമാറ്റിക്സിൻ്റെ ഉപയോഗം ഒരുപാടുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, നമ്മൾ മാത്തമാറ്റിക്സിനകത്ത് ഒന്നും വെറുതെ പഠിക്കുന്നില്ല, പഠിപ്പിക്കുന്നുമില്ല. മക്കളെ, എന്തിനാ പഠിക്കണേൻ്റെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. ടിൽ ആൻഡ് ബൈ ഓൾ. താങ്ക് യു.